നമസ്കാരം. ഇന്ന് നമ്മൾ വളരെ സവിശേഷമായ ഒരു നഗരത്തിന്റെ കൗതുകം നിറഞ്ഞ കഥയിലേക്കാണ് പോകുന്നത്. കിഴക്കിന്റെ വെനീസ്. നിങ്ങൾ ഈ പേര് ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാവും അല്ലേ? അതെ, ഇന്ന് നമ്മൾ ആ വിശേഷണത്തിന് ഉടമയായ കേരളത്തിന്റെ ഹൃദയഭാഗത്തുള്ള നമ്മുടെ സ്വന്തം ആലപ്പുഴയെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോ ശരിക്കും എന്തുകൊണ്ടാണ് തെക്കേ ഇന്ത്യയിലെ ഈ തീരദേശ പട്ടണത്തിന് ഇങ്ങനെയൊരു ലോകപ്രശസ്തമായ പേര് കിട്ടിയത്? അതിനുത്തരം കണ്ടെത്തണമെങ്കിൽ നമുക്ക് ആലപ്പുഴയുടെ ഭൂപ്രകൃതിയും ചരിത്രവും സംസ്കാരവുമൊക്കെ ഒന്ന് അടുത്തറിയണം. റെഡിയല്ലേ? ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. ആലപ്പുഴയുടെ ഈ വിശേഷണത്തിന് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്താണെന്നോ? അതതിന്റെ അസാധാരണമായ ഭൂപ്രകൃതി തന്നെയാണ്. വെള്ളത്തിൽ പണിത ഒരു നഗരം. അതെ, അതാണ് ആലപ്പുഴ. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ഒരറ്റത്ത് അറബിക്കടൽ, മറ്റേ അറ്റത്ത് വിശാലമായ വേമ്പനാട്ടുകായൽ. ഇതിനിടയിലുള്ള ഈ മണ്ണിൽ റോഡുകളല്ല താരം. പകരം എങ്ങോട്ട് തിരിഞ്ഞാലും കനാലുകളും പുഴകളും കായലുകളുമാണ്. ഇവിടത്തെ ജീവിതത്തിന്റെ ഓരോ തുടിപ്പും ഈ ജലപാതകളുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്നു എന്ന് തന്നെ പറയാം. ഈ ജലപാതകൾക്കിടയിൽ ഒരു യഥാർത്ഥ അത്ഭുതം തന്നെയുണ്ട്. കുട്ടനാട് എന്നറിയപ്പെടുന്ന പ്രദേശം. കേരളത്തിന്റെ നെല്ലറ എന്നാണിതിനെ വിളിക്കുന്നത്. പക്ഷെ വെറുതെയല്ല, അതിനു പിന്നിൽ വളരെ സവിശേഷമായ ഒരു കാരണമുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കിയേ, സമുദ്രനിരപ്പിനും താഴെ കൃഷി ചെയ്യുക. ഇത് ലോകത്ത് നെതർലൻഡ്സ് പോലുള്ള വളരെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രം കാണുന്നൊരു പ്രതിഭാസമാണ്. ബണ്ടുകൾ കെട്ടി വെള്ളം വറ്റിച്ചെടുത്ത് കടലിനേക്കാൾ താഴ്ന്ന പാടങ്ങളിൽ നെല്ല് വിളയിക്കുന്ന ഒരു കാർഷിക വിസ്മയം. അതാണ് കുട്ടനാട്. അപ്പൊ ചോദ്യം ഇതാണ്: വെള്ളത്താൽ ചുറ്റപ്പെട്ട, കൃഷിക്ക് പേരുകേട്ട ഒരു പ്രദേശം എങ്ങനെ ഒരു തിരക്കേറിയ തുറമുഖ നഗരമായി മാറി? ആ മാറ്റത്തിന് പിന്നിൽ രസകരമായ ഒരു ചരിത്രമുണ്ട്. ഈ മാറ്റം പെട്ടെന്നുണ്ടായ ഒന്നല്ല കേട്ടോ. ആലപ്പുഴയുടെ വ്യാപാര ചരിത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. 1-ാം നൂറ്റാണ്ടിൽ പ്ലിനി ദി എൽഡർ പരാമർശിച്ച ബാരസസ് എന്ന പുരാതന തുറമുഖം മുതൽ തുടങ്ങുന്നു ആ കഥ. പക്ഷേ ഒരു വലിയ വഴിത്തിരിവായത് 1762-ലാണ്. അന്ന് തിരുവിതാംകൂർ ദിവാനായിരുന്ന രാജാ കേശവദാസ് ആലപ്പുഴയെ ഒരു ആധുനിക തുറമുഖമായി വികസിപ്പിച്ചു. പിന്നാലെ 1859-ൽ ആദ്യത്തെ കയർ ഫാക്ടറി കൂടി വന്നതോടെ ആലപ്പുഴ ഒരു പ്രധാന വ്യവസായ കേന്ദ്രമായി മാറി. ഈ മാറ്റത്തിലെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നറിയാമോ? ഇന്ന് നമ്മൾ കാണുന്ന പല കനാലുകളും പ്രകൃതിദത്തമായി ഉണ്ടായതല്ല, അവ മനുഷ്യൻ നിർമ്മിച്ചതാണ്. ഉൾനാടൻ കായലുകളിൽ നിന്ന് തുറമുഖത്തേക്ക് ചരക്കുകൾ എളുപ്പത്തിലെത്തിക്കാനായി ഉണ്ടാക്കിയവ. അതായത് പ്രകൃതിയെ വാണിജ്യത്തിനായി എത്ര മനോഹരമായാണ് അവർ ഉപയോഗിച്ചതെന്ന് ഓർത്തുനോക്കൂ. ഓക്കെ, അപ്പോ ചരിത്രവും ഭൂപ്രകൃതിയുമെല്ലാം നമ്മൾ കണ്ടു. ഇനി ഈ ഒരു അടിത്തറയിൽ നിന്ന് ഇന്നത്തെ ആലപ്പുഴയിലെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ടു പോകുന്നത്? നമുക്ക് ഈ കായൽ ജീവിതത്തിന്റെ ആധുനിക കാലത്തേക്കൊന്ന് പോയി നോക്കാം. ഈ നഗരം ശരിക്കും ഒരു സാംസ്കാരിക സംഗമഭൂമിയാണ്. 2011-ലെ കണക്കുകൾ നോക്കിയാൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമെല്ലാം ഒരുമിച്ച് ജീവിക്കുന്നൊരു നാടാണിത്. ആ ഒരുമ ഇവിടുത്തെ ആഘോഷങ്ങളിലും ഭക്ഷണരീതികളിലും ജീവിതശൈലിയിലുമെല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇവിടുത്തെ ജീവിതം ഇപ്പോഴും വെള്ളവുമായി അത്രയേറെ ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ആവേശമുണർത്തുന്ന നെഹ്റു ട്രോഫി വള്ളംകളി മുതൽ കയർ വ്യവസായത്തിന്റെ പാരമ്പര്യം വരെ എല്ലാം വെള്ളം തന്നെ. മത്സ്യബന്ധനവും നെൽകൃഷിയും പിന്നെ ലോകപ്രശസ്തമായ ഹൗസ് ബോട്ട് ടൂറിസവും ഇതൊക്കെയാണ് ഈ നാടിന്റെ ജീവനാഡി. തീർച്ചയായും ഈ സവിശേഷതകളെല്ലാം ആലപ്പുഴയെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റിയിട്ടുണ്ട്. അടുത്തിടെ ടൂറിസത്തിൽ ഒരു വൻ കുതിച്ചുചാട്ടം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നോക്കൂ, 2020-ൽ നിന്ന് 2021-ലേക്ക് എത്തിയപ്പോൾ വെറും ഒരു വർഷം കൊണ്ട് വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ ഏകദേശം 75% വർധനവാണുണ്ടായത്. ഇത് ഈ നാടിന്റെ സമ്പദ്വ്യവസ്ഥയുടെ പുതിയ മുഖം തന്നെയാണ് കാണിച്ചുതരുന്നത്. അപ്പോൾ കിഴക്കിന്റെ വെനീസിലേക്കുള്ള നമ്മുടെ ഈ ചെറിയ യാത്രയിൽ നിന്ന് എന്താണ് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത്? ചുരുക്കി പറഞ്ഞാൽ, ആലപ്പുഴ എന്നത് പ്രകൃതിയുടെ ഒരു സമ്മാനവും മനുഷ്യന്റെ കഠിനാധ്വാനവും ഒരുമിച്ച് ചേർന്ന ഒരിടമാണ്. ഇവിടുത്തെ ഭൂപ്രകൃതി അതിനൊരു വ്യക്തിത്വം നൽകി, ചരിത്രം അതിനെ ഒരു വാണിജ്യ കേന്ദ്രമാക്കി മാറ്റി, പിന്നെ ഇവിടുത്തെ സംസ്കാരം അതീ നാടിന് ജീവൻ നൽകുന്നു. പക്ഷേ ഈ വളർച്ച പുതിയ ചില വെല്ലുവിളികളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒരു വശത്ത് കുതിച്ചുയരുന്ന ടൂറിസം, മറുവശത്ത് കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഭീഷണികൾ. ഇവയെല്ലാം ഇവിടുത്തെ ഈ അതിലോലമായ കായൽ പരിസ്ഥിതിയെ എങ്ങനെയായിരിക്കും ബാധിക്കുക? പ്രകൃതിയും വാണിജ്യവും തമ്മിലുള്ള ഈ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ആലപ്പുഴയ്ക്ക് കഴിയുമോ? ഈ ചോദ്യം നമുക്ക് മുന്നിൽ ബാക്കിയാണ്.